കേട്ട് കർത്താവിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്ന നിമിഷങ്ങളാണ്. ചില പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ വരം സംബന്ധമായിട്ടുള്ള ഒരു പ്രശ്നം കർത്താവ് സുഖപ്പെടുത്തി അനുഗ്രഹിക്കുന്നതായിട്ട് കർത്താവ് സന്ദേശം നൽകിയുണ്ടായി. വിശ്വാസത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. കൈപൊക്കാനോ വരത്തിന്റെ ഭാഗത്തായിട്ട് പ്രയാസമുണ്ടായിരുന്നൊരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകിയതായിട്ട് സന്ദേശവും കർത്താവ് നൽകിയിട്ടുണ്ട്. ഇനി നിങ്ങൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് സൗഖ്യം നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിക്കും. അതിന് വിശ്വാസത്തോടെ നമ്മൾ വചനം സ്വീകരിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഇന്ന് ചിന്തിക്കാൻ എടുക്കുന്ന ഒരു വചനം മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വചനം. മത്തായി 18-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വചനം. ഈ വചനം ധ്യാനിച്ച് നമ്മളിനിയൊരു 10-25 ദൈവവചനങ്ങളിലൂടെയെങ്കിലും കടന്നു പോകും കേട്ടോ. എഴുതി വെക്കുന്നവര് എഴുതി വെച്ചോളുക. പറ്റുന്നിടത്തോളം നിങ്ങൾ എഴുതി വെക്കാത്തവരും കേട്ട് മനസ്സിലാക്കാനും അതിലേതെങ്കിലും ഒരു വചനമെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്ന് സ്ഥാനം പിടിച്ച് നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് അനുഗ്രഹിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. മത്തായിയുടെ സുവിശേഷം 18:33. ആർക്കെങ്കിലും കിട്ടിയോ? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? നിർദ്ദയനായ ഭൃത്യന്റെ ഉപമയാണ് ഈ വചനഭാഗം. അതിന്റെ അവസാനം ദയ കാണിക്കാതിരുന്ന, കരുണ കാണിക്കാതിരുന്ന ഒരു വ്യക്തിയോട് ചോദിക്കുന്ന ഒരു ചോദ്യം. രാജാവ് അവന് ഇളച്ചു കൊടുത്തത് ചെറിയ തുകയൊന്നും അല്ലായിരുന്നു. എത്രയാണെന്നറിയോ? 10,000 താലന്ത്. 10,000 താലന്ത് എന്ന് പറഞ്ഞാൽ 5.5 കോടി അമേരിക്കൻ ഡോളർ. 10,000 താലന്ത്. അത്രയും ഇളച്ചു കിട്ടിയ ആ മനുഷ്യൻ പുറത്തോട്ടിറങ്ങിയപ്പോൾ ഒരു സഹസേവകനെ കണ്ടു. 100 ദനാരി കൊടുക്കാനുണ്ടായിരുന്നവൻ. 100 ദനാരി എന്ന് പറഞ്ഞ് വെറും $44. എന്റെ പ്രിയപ്പെട്ടവരെ, 5.5 കോടി ഇളച്ചു കിട്ടിയവന് ഒരു $44 വേണ്ടാന്ന് വെക്കാൻ അവന് പറ്റിയില്ല. നമ്മളൊക്കെ ചിലപ്പം വിചാരിച്ചേക്കാം അവനെന്നാ മനുഷ്യനാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മൾ ചെയ്യാറുള്ളത് വലിയ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമല്ല. നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഒരു 100 രൂപ കൊണ്ടെന്ന് എന്നെ നീട്ടിപ്പിടിച്ചോണ്ട് പറയാം, 10 രൂപ ഇങ്ങോട്ട് തരുവാണെങ്കിൽ 100 രൂപ അങ്ങോട്ട് തന്നേക്കാം. നിങ്ങൾ ആരെങ്കിലും 10 രൂപ എടുത്തു കൊടുത്തിട്ട് ആ 100 മേടിക്കാതിരിക്കുമോ? ആരെങ്കിലും മേടിക്കാതിരിക്കുമോ? അയ്യോ, ഒരു കുഴപ്പമില്ല, ഇതാ പിടിച്ചോ 10 രൂപ എന്ന് പറയും. 100 രൂപ കാണണം കേട്ടോ. ഇനി കള്ളനോട്ടാണോ ഇല്ലയോ എന്ന് ചിലർ ഉറപ്പാക്കും. പക്ഷെ ശരിക്കും നല്ല നോട്ട് ഒരു 100 രൂപ തന്നിട്ട് 10 രൂപ ഇങ്ങോട്ട് തരാൻ പറഞ്ഞ് ആരാ കൊടുക്കില്ലാത്ത? എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ഇന്നും നിങ്ങൾ നോക്കിക്കോണം. സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കാൻ പോകുന്നവരാണെങ്കിലും എത്ര പേര് കൃത്യം ദശാംശം കൊടുക്കും? കർത്താവ് ഇങ്ങോട്ട് വെച്ച് നീട്ടിയിട്ട് പറയാ, അതിനകത്തുനിന്ന് ഒരംശം അത് ദൈവിക കാര്യങ്ങൾക്കുള്ളതാണ്, അത് നീ മാറ്റിവെച്ചോ എന്ന് പറയുമ്പോൾ അതനുസരിക്കാൻ പറ്റാതെ പോകുന്നവര് ഏതാണ്ട് ഈ നിർദ്ദയനായ ഭൃത്യന്റെ അതേ മനോഭാവത്തിലല്ലേ ജീവിക്കുന്നത്. ഇനി ഇവന് ആ $44 ഇളച്ചു കൊടുക്കാൻ അവൻ മനസ്സ് കാണിക്കാതിരുന്നപ്പോൾ അവനോട് ചോദിച്ച ഒരു ചോദ്യമാണ് മത്തായി 18:34. എന്താ പറഞ്ഞേ? ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീ ഇവനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? അതാണ് ചോദിച്ചത്. അതിന് പിന്നെ അവിടെ മറുപടി ഒന്നും ഇല്ലായിരുന്നു. കാരണം അവൻ കാണിച്ചത് ദൈവസന്നിധിയിൽ നിരക്കാത്ത കാര്യമാണെന്ന് അവന് മനസ്സിലായി. ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ ഇവനോട് നീ കരുണ കാണിക്കേണ്ടതല്ലായിരുന്നോ? ഏതെങ്കിലും കാരണം പറഞ്ഞ് നമ്മൾ ക്ഷമിക്കാതിരുന്നാൽ, ആരോടെങ്കിലും ക്ഷമിക്കാതിരുന്നാൽ നമ്മുടെ മുഖത്ത് നോക്കി കർത്താവ് ഈ ചോദ്യം ചോദിക്കും. എന്റെ കരുണയില്ലായിരുന്നെങ്കിൽ നീ പിടിച്ചു നിൽക്കുമായിരുന്നോ? ഞാൻ എത്ര പ്രാവശ്യം നീ തെറ്റ് ചെയ്തിട്ട് ഞാൻ നിന്നോട് കരുണ കാണിച്ചു, എന്നിട്ട് ഈ ഒരു കാര്യം എന്റെ നാമത്തിൽ എന്നെ പ്രതി നിനക്ക് ചെയ്യാൻ പറ്റിയില്ലേ?
അത് കർത്താവ് നമ്മുടെ മുഖത്ത് നോക്കി ചോദിക്കും. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നിന്റെ സഹോദരങ്ങളോട് നീ കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? നമ്മൾ കരുണയുടെ വർഷം തുടങ്ങി വെച്ചു. മാർപ്പാപ്പ റോമില് കരുണയുടെ വാതിൽ തുറന്ന് കരുണയുടെ വർഷം പ്രഖ്യാപിച്ചു. ഇനിയും കിടക്കുന്നു ഏതാണ്ട് ഒരു വർഷത്തോളം, കാരണം തുടങ്ങിയിട്ട് അധികമായില്ല. ഒരു വർഷത്തോളം കരുണയുടെ വർഷമായിട്ട് നമ്മൾ ഈ വർഷം ചെലവഴിക്കാൻ പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, തുടക്കത്തിൽ തന്നെ എന്താണ് ഇതുകൊണ്ട് മാർപ്പാപ്പ ഉദ്ദേശിച്ചത്? എന്താണ് ദൈവത്തിന്റെ വചനം നമ്മളോട് ആവശ്യപ്പെടുന്നത്? ഞാൻ അതിന്റെ വെളിച്ചത്തിൽ ഒരു 4-5 പോയിന്റ്, ആ 4-5 പോയിന്റിന് എല്ലാ പോയിന്റിലും ഒരു 4-5 വചനം വെച്ച് എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ഒന്ന് ചിന്തിച്ച് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുന്നത് നല്ലതാണ്. എന്നിട്ട് നമുക്ക് അർത്ഥവത്തായിട്ട് ഈ കരുണയുടെ വർഷം ചെലവഴിക്കാൻ നോക്കാം. കർത്താവിന്റെ കരുണ സ്വീകരിക്കാതെ നമ്മൾ പോയാൽ വലിയൊരു വർഷമൊക്കെ മാർപ്പാപ്പ ഇപ്രകാരം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ട് നമ്മൾ അതിന്റെ ഫലമെടുക്കാതെ പോയി എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ കരുണയുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. ഞാനിവിടെ ഇടയ്ക്കൊക്കെ സൂചിപ്പിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. ഞാൻ 2000 ആണ്ടില് സൗദി അറേബ്യയിൽ ഒരു പ്രോഗ്രാമിന് പോയി. അപ്പം അന്ന് എനിക്ക് അവിടെ വീസയൊക്കെ എടുത്തു തന്ന ഒരു സഹോദരൻ, ഇവിടെ നാട്ടുകാരനാണ്. അദ്ദേഹമായിട്ട് അവിടെ ചെന്ന് കഴിച്ചപ്പോൾ നല്ല പരിചയമായി. അതിനുശേഷം അവധിക്ക് അദ്ദേഹം ഇവിടെ വന്നു. അവധിക്ക് വന്ന സമയത്ത് അദ്ദേഹവും ഭാര്യയും കൂടെ ഇവിടെ വന്നിട്ട് എന്നെ ഒരു 40,000 രൂപ അദ്ദേഹം ഏൽപ്പിച്ചു. അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയോ? ഇത് അച്ഛനേതെങ്കിലും പാവപ്പെട്ടവരുടെ വിദ്യാഭ്യാസത്തിന് സഹായിക്കാൻ കൊടുത്തേക്കണം. അച്ഛനാകുമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരെ അറിയാമല്ലോ. അപ്പൊ അതുകൊണ്ട് അർഹിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെ അച്ഛന് ഇതങ്ങ് ഏൽപ്പിച്ച് അവരെ സഹായിച്ചേക്ക്, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ മതി. ഇത്രയും പൈസ ഒന്നിച്ച് തന്നപ്പോൾ ഞാനിങ്ങനെ പ്രത്യേക നിയോഗം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഉടനെ അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയോ? താങ്ക്സ് ഗിവിങ്, ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ മുമ്പോട്ട് വന്ന. കൂടുതൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ്, അച്ഛാ, എൻ്റെ പഠിത്തം 10ാം ക്ലാസ്സിലൊക്കെ വെച്ച് നിർത്തേണ്ടതായിരുന്നു. എൻ്റെ അപ്പൻ എന്നോട് നേരെ പറഞ്ഞു, എൻ്റെ മോനെ, നിന്നെ ഇനി മുമ്പോട്ട് പഠിപ്പിക്കാൻ എനിക്ക് ആസ്തിയില്ല. നമുക്ക് ഏതായാലും ദൈവം അനുഗ്രഹിച്ച് പറമ്പുണ്ട്, നമുക്കിവിടെ നല്ല തൂമ്പായും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പറമ്പിൽ അധ്വാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിച്ചു പോകാവുന്നേ ഉള്ളൂ. നിന്നെ ഇനി മുമ്പോട്ട് പഠിപ്പിക്കാൻ അതിനുള്ള സാമ്പത്തിക ശേഷിയൊന്നും എനിക്കില്ല. ഈ മനുഷ്യൻ പഠിക്കാനൊക്കെ നല്ല കഴിവുണ്ട്, പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ചില പിള്ളേരെയൊക്കെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കുമെന്ന് ചോദിച്ചിട്ട് ഞാൻ ഓർത്തിട്ടുണ്ട്, അവരുടെയൊക്കെ തലയ്ക്കല്ല പിടിക്കേണ്ട, പെടലിക്ക് പിടിക്കണം. കാരണം പഠിക്കാൻ അതുപോലെ സൗകര്യം, പഠിക്കാൻ അതുപോലെ കഴിവ്, കുടുംബത്തിന് അതിനുള്ള പ്രോത്സാഹനം, ഇതെല്ലാം കിട്ടിയിട്ട് ഉഴപ്പി നടക്കുന്നവരെ പിന്നെ എങ്ങനെയാ നമ്മൾ കാണണ്ടേ? അതിന് ഈ മനുഷ്യന് പഠിക്കാൻ ആഗ്രഹമുണ്ട്, പഠിക്കാൻ കഴിവുമുണ്ട്, പക്ഷേ സാഹചര്യം ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് അപ്പം പറഞ്ഞത്, എനിക്ക് ഇനി നിന്നെ കൂടുതൽ പഠിപ്പിക്കാനുള്ള സാമ്പത്തിക ശേഷിയൊന്നുമില്ല, നമുക്ക് ഉള്ള പറമ്പിൽ അധ്വാനിച്ച് അതുകൊണ്ട് കഞ്ഞി കുടിച്ചങ്ങ് പോകാം. ഇതേക്കുറിച്ച് അറിഞ്ഞ 2 വീട്ടുകാർ, പ്രത്യേകിച്ച് 2 വീട്ടുകാർ, അവര് ഈ മനുഷ്യന്റെ അപ്പനെ കണ്ടിട്ട് പറഞ്ഞു, എന്റെ സഹോദര, ഇപ്പൊ ആ കൊച്ചിന്റെ പഠിത്തം നിർത്തരുതേ. അയ്യോ, അങ്ങനെ നിർത്താൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല, പക്ഷെ എനിക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. അത് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ സഹായിക്കാം. അങ്ങനെ പറഞ്ഞ് അവരുടെ സഹായം വാഗ്ദാനം ചെയ്തതുകൊണ്ടാണ് ഈ മനുഷ്യൻ 10 പാസ്സായത്, പിന്നെ മുമ്പോട്ട് പഠിക്കാൻ പറ്റിയത്. അവസാനം പഠിച്ച് പുള്ളിക്ക് ഒരുമാതിരി ഇവിടുന്ന് കയറിപ്പോകാൻ സാധ്യത വന്നപ്പോഴത്തേക്കും പുള്ളി കയറിപ്പോയി. സൗദി അറേബ്യയിൽ അന്ന് ഞാൻ കാണുമ്പോൾ 1.25 ലക്ഷം രൂപ പ്രതിമാസം ശമ്പളം വാങ്ങിക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം പറഞ്ഞത്, ചില വ്യക്തികളുടെ കാരുണ്യം കൊണ്ടാണ് അച്ചോ ഞാൻ പഠിച്ചത്.
ചില വ്യക്തികളുടെ കാരുണ്യം കൊണ്ട്, അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ആ മനുഷ്യന് ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു കരുണ കാണിക്കണമെന്ന് തോന്നിയത്. ഏതെങ്കിലും പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, പഠിക്കാൻ നിവൃത്തിയില്ലാതെ കഴിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർക്കൊരു ചാൻസ് കൊടുക്കണം. പഠിക്കാമെങ്കിൽ അവർ പഠിച്ച് മുമ്പോട്ട് പോകണം. ചിലപ്പോൾ ഒരാൾ മതി ഒരു കുടുംബം രക്ഷപ്പെടാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ചിലര് പിള്ളേരുടെ പുറകെ നടന്ന് അത് കൊടുത്ത് ഇത് കൊടുത്ത് സെൽഫോണും വാങ്ങിച്ചു കൊടുത്ത് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അങ്ങനെ ചെയ്തേക്കാം ഇങ്ങനെ ചെയ്തേക്കാം എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടാണ് എങ്ങനെയെങ്കിലും അവരൊന്ന് പഠിക്കട്ടെ എന്നും പറഞ്ഞ് കാശ് ഇറക്കിക്കൊണ്ടിരിക്കണം മനുഷ്യർ. ഇതിനേക്കാളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ മക്കൾക്ക് പഠിക്കണമെന്നുള്ള ചിന്ത വരും. നിങ്ങളുടെ അടുത്ത് എവിടെയെങ്കിലും പഠിക്കാനായിട്ട് കഴിവുണ്ടായിട്ടും ആഗ്രഹമുണ്ടായിട്ടും നിവൃത്തിയില്ലാതെ പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ അവർക്ക് വേണേ ഒരു പുസ്തകം മേടിക്കാനായിരിക്കാം, ഒരു മാസത്തെ ഫീസ് കൊടുക്കാനായിരിക്കാം, ഏതെങ്കിലും വിധത്തിൽ ഒരു സഹായം കൊടുക്കാനായിരിക്കാം. അങ്ങനെ ഒന്ന് കൊടുത്തു നോക്കിയേ, നമ്മുടെ പിള്ളേരുടെ പഠനത്തിൽ കർത്താവ് അനുഗ്രഹിക്കുമോ ഇല്ലയോ എന്ന് അപ്പം മനസ്സിലാവും. നമ്മൾ എൻ്റെ പ്രിയപ്പെട്ടവരെ കുറച്ച് വർത്തമാനം പറഞ്ഞ് പോയാൽ പോരാ. കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ദൈവത്തിന്റെ വചനം കേൾക്കുന്ന നമ്മൾ വചനം നിർദ്ദേശിക്കുന്നത് പോലെ നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറാകണം. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ സമൃദ്ധി ഒഴുകുന്നത് കാണാൻ പറ്റും. നമ്മൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വന്നിട്ട് കൈയടച്ച് മനസ്സടച്ച് ഹൃദയമടച്ച് ആർക്കും ഒന്നും കൊടുക്കാതെ നമ്മൾ ആ രീതിയിൽ പോയി അവസാനം അതുമൂലം അതിലൂടെ നമ്മൾ ഉണ്ടാക്കി വെച്ചതെല്ലാം നമ്മുടെ മക്കളിൽ ഒരാൾ കൊണ്ടുപോയി ദൂർത്തടിച്ച് കളയുവാണല്ലോ, പോയില്ലേ? അത് വരാതിരിക്കാൻ ദൈവത്തിന്റെ വചനം ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറണം. ദൈവത്തിന്റെ കാരുണ്യം സ്വീകരിച്ചവര് മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ തയ്യാറാകണം. അതാണ് ഈ വർഷം, കരുണയുടെ വർഷം. വചനത്തിലൂടെ മാർപ്പാപ്പായിലൂടെ ഒക്കെ ദൈവജനത്തിന് കർത്താവ് നൽകിയിരിക്കുന്ന സന്ദേശം. ഇതിന്റെ വെളിച്ചത്തിൽ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ കാണാൻ പോകുന്നത്, കരുണ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വഭാവമാണ്. ദൈവത്തിന്റെ സ്വഭാവമുള്ളവരാണ് ദൈവത്തിന്റെ മക്കള്. ചെല്ലു പറഞ്ഞു കേട്ടിട്ടില്ലേ, നിനക്ക് എന്നാ പറ്റിയടാ, കഴുതയെ പോലെ നീ ഇങ്ങനെ കാണിക്കണത്? ചിലപ്പോൾ ആ സ്വഭാവത്തിൽ വീഴ്ച വന്നാ ഇല്ലേ? കഴുതയുടെ സ്വഭാവം മനുഷ്യരുടെ സ്വഭാവമാണോ? അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ മക്കളെന്ന് പറയാൻ നമുക്കൊരു ക്രിസ്ത്യാനിയുടെ പേര് പോരാ, നമ്മുടെ മതിലേല് വചനം എഴുതി വെച്ചാൽ പോരാ, നമ്മുടെ കയ്യിൽ കുറച്ച് പടവും കുരിശും കൊടയൊക്കെ പിടിച്ചോണ്ട് നടന്നാൽ പോരാ. ദൈവത്തിന്റെ മക്കളെന്ന് പറയപ്പെടണമെങ്കിൽ ദൈവത്തിന്റെ സ്വഭാവം നമുക്കുണ്ടാകണം. ദൈവത്തിന്റെ സ്വഭാവമാണ് കരുണ എന്ന് പറയുന്നത്. ഒരു വചനഭാഗം നോക്കിയാൽ മതി. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായത്തിന്റെ 5-6 വചനങ്ങൾ ഞാൻ വായിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. നിങ്ങളെങ്ങാനും വീട്ടിൽ പോയി വായിച്ചില്ലെങ്കിലോ ഒരിക്കലെങ്കിലും നിങ്ങൾ കേട്ടിരിക്കുന്നത് നല്ലതാണ്. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. കർത്താവ് മേഘത്തിൽ ഇറങ്ങി വന്ന് അവന്റെ അടുക്കൽ നിൽക്കുകയും കർത്താവ് എന്ന തന്റെ നാമം പ്രഖ്യാപിക്കുകയും ചെയ്തു. ആരുടെ അടുത്തായിരുന്നു നിന്നേ? മോശയുടെ അടുത്ത് നിന്നിട്ട് മോശയോട് സംസാരിക്കുന്ന ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. ചിലയിടത്ത് പറഞ്ഞിട്ടുണ്ട് കർത്താവിന്റെ മുഖം കണ്ടാൽ അവൻ പിന്നെ ജീവിച്ചിരിക്കുകയായിരുന്നു. വേറെ ചിലയിടത്ത് പറഞ്ഞിരിക്കുക മോശ ദൈവത്തോട് മുഖാമുഖം സംസാരിച്ചു. വിരോധാഭാസമാണോ? അതിന്റെ ബാക്ക്ഗ്രൗണ്ട് പഠിച്ചാൽ, അതായത് ഈ വചനം, ഓരോ വചനഭാഗവും എഴുതപ്പെട്ടിരിക്കുന്നതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത് വിരോധാഭാസം അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് മോശയ്ക്ക് ദൈവം തന്നെ വെളിപ്പെടുത്തി കൊടുത്തു. മോശയ്ക്ക്, അത് യാവിസ്റ്റിക് ട്രഡീഷൻ, എലോഹിസ്റ്റിക് ട്രഡീഷൻ, ഇങ്ങനെ രണ്ട് ട്രഡീഷനിൽ നിന്ന് വന്നിരിക്കുന്ന കുറച്ച് വചനഭാഗങ്ങളുണ്ട്. അതുകൊണ്ടാണ് അതിന്റെ വ്യത്യാസം വന്നിരിക്കുന്നത്. യാവിസ്റ്റിക് ട്രഡീഷൻ അനുസരിച്ച്, ആ പാരമ്പര്യം അനുസരിച്ച് ദൈവത്തെ എങ്ങനെ അവതരിപ്പിച്ചിരിക്കുന്നത്? ദൈവം മനുഷ്യന്റെ കൂടെ നടക്കുന്ന ദൈവം. പുതിയ നിയമത്തിലാണേലും യോഹന്നാൻ ശ്ലീഹ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങള് കണ്ടതും കേട്ടതും
തൊട്ടനുഭവിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നു. ഇനി അവിടെയാണ് നമ്മൾ കാണുക, ഈ പാരമ്പര്യം അനുസരിച്ച് പറഞ്ഞിരിക്കുന്നതാണ്, ദൈവം മോശയുടെ അടുത്ത് വന്നു, മോശയ്ക്ക് തന്നെ വെളിപ്പെടുത്തി കൊടുത്തു. എലോഹിസ്റ്റിക് ട്രഡീഷൻ, അവര് യാവേന്ന് പോലും വിളിക്കുകയല്ലോ കേട്ടോ, അതാണ് എലോഹിം. ദൈവത്തിന്റെ അനന്ത പരിശുദ്ധി, അതിന് സ്ഥാനം കൊടുത്തുകൊണ്ട് അവർ ദൈവത്തെ കാണുന്ന ആ രീതി കൊണ്ടാണ് ദൈവത്തെ കാണുന്നവർ ജീവിച്ചിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വചനത്തിൽ ഒരു വിരോധാഭാസം അല്ല എന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. ഓക്കെ, ഇനി ശ്രദ്ധിച്ചു കേട്ടോ. 6-ാമത്തെ വചനം, ദൈവം ഇപ്രകാരം ഉദ്ഘോഷിച്ചുകൊണ്ട് അവന്റെ മുമ്പിലൂടെ കടന്നുപോയി. കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ. ഇതാണ് കർത്താവിന്റെ സ്വഭാവമായിട്ട് എടുത്തു കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കരുണയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ദൈവത്തിന്റെ സ്വഭാവമാണ് കരുണ. ദൈവത്തിന്റെ സ്വഭാവം കരുണ കാണിക്കുക എന്നുള്ളതാണ്. മറ്റു പലർക്കും മനസ്സിലാക്കാത്ത കുറെ കാര്യങ്ങൾ ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം, വ്യഭിചാരത്തിന് പിടിക്കപ്പെട്ട ഒരു സ്ത്രീ, അവളെ കുറച്ചുപേര് കൂടി യേശുവിന്റെ അടുത്ത് കൊണ്ടുവന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഒരു പബ്ലിക് പ്രോസ്റ്റിറ്റ്യൂട്ട്, വ്യഭിചാര പ്രവൃത്തി ചെയ്യുന്നത് പബ്ലിക്കായിട്ട് അറിയാവുന്ന, അങ്ങനെ പരസ്യമായിട്ട് പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ വീട്ടിൽ വരാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? അവളെ കാണുമ്പോഴേ കെട്ടിപ്പിടിച്ച് ഉമ്മ പറയോ? ഇവിടെ ഒന്ന് അടുത്തടുപ്പിക്കാൻ കൊള്ളിയല്ല എന്ന് ചിലപ്പോൾ നമ്മൾ പറയത്തുള്ളൂ. എന്നിട്ട് നമ്മൾ പറയും, എനിക്ക് എന്നാ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആണെന്നറിയോ, എന്റെ കയ്യിൽ എത്ര കൊന്തയിരിപ്പുണ്ടെന്നറിയോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ കാണുകയാണ്, അവളെയും കൊണ്ട് ചില ആൾക്കാര്, പരിചയ പ്രമാണികള്, നിയമജ്ഞര്, കർത്താവിനെ കൊടുക്കാൻ ആഗ്രഹിച്ച ചില വ്യക്തികള് അവളെ കൊണ്ട് വന്നു. അതിനിടയ്ക്ക്, അവരുടെ ആ സംഭാഷണത്തിനിടയ്ക്ക് കർത്താവ് ചെയ്തൊരു കാര്യം, കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യത്തെ കല്ല് ഇവക്കിട്ട് എറിയട്ടെ, നമുക്ക് എല്ലാവർക്കും കൂടി ഇവളെ കൊല്ലാം. എത്ര പേരുണ്ടായിരുന്നു അവിടെ? അവസാനമായപ്പോൾ ഒരൊറ്റ ആൾ പോലും ഇല്ലായിരുന്നു. യേശു അല്ലാതെ മറ്റൊരാൾ അവിടെ ഇല്ലായിരുന്നു. യേശു പറഞ്ഞെന്താ? ഞാനും നിന്നെ വിധിക്കുന്നില്ല, നീ പൊക്കോ. എന്റെ പഴയ നിയമത്തിൽ നമ്മൾ കാണുകയാണ്, കർത്താവ് തന്നെ വെളിപ്പെടുത്തിയത്, ഇതാ കാരുണ്യവാനായ ദൈവം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു തന്റെ സ്വഭാവം വെളിപ്പെടുത്തിയത്, ഞാൻ വന്നിരിക്കുന്നത് പാപികളെ രക്ഷിക്കാനാണ്, നീതിമാന്മാരെ നോക്കിയല്ല, പാപികളെ രക്ഷിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ അതിലൂടെ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് കരുണയാണ്. ആ സ്വഭാവമുള്ളവരാണ് ദൈവത്തിന്റെ മക്കള്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ക്രിസ്ത്യാനികളെന്ന് നാമം ധരിക്കുന്നതോടൊപ്പം ദൈവത്തിന്റെ മക്കളായിട്ട് യഥാർത്ഥത്തിൽ മാറണമെങ്കിൽ കരുണ നമ്മുടെ സ്വഭാവമായിട്ട് മാറണം. ദൈവത്തിന്റെ കാരുണ്യം സ്വീകരിച്ചും മറ്റുള്ളവരോട് കരുണ കാണിച്ചും പോകുന്ന ആ ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒരു 3-4 വചനങ്ങൾ ഈ പോയിന്റുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് കാണാവുന്ന 3-4 പോയിന്റ് നമുക്ക് കാണുന്നത് നല്ലതാണ്. 1 രാജാക്കന്മാർ 21-ാം അധ്യായം 27-ാമത്തെ വചനം. ആഹാബ് രാജാവും ജസബൽ രാജ്ഞിയും കൊലപാതകം നടക്കാൻ കാരണക്കാരായ ദമ്പതികള്, കർത്താവ് അതിനുള്ള ശിക്ഷയും പ്രഖ്യാപിച്ചു. നിന്റെ രക്തം നായ്കൾ നക്കി കുടിക്കുമെന്ന് പറഞ്ഞു. അത് കേട്ട് അനുതപിച്ച് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആഹാബ് രാജാവിനെ കുറിച്ചാണ് ഈ 1 രാജാക്കന്മാർ 21-ാം അധ്യായം 27-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുക. എന്തായിരുന്നു ദൈവത്തിന്റെ മറുപടി? ആഹാബിന്റെ മേൽ ഞാൻ അയക്കാനിരുന്ന ശിക്ഷ മാറ്റിവിടുന്നു. കർത്താവ് വെറുതെ എന്റെ സ്വഭാവം കാരുണ്യമാണെന്ന് പറയുക മാത്രമല്ല ചെയ്തത്, ഇവിടെ അത്
ശരിക്കും എടുത്തു കാണിക്കുന്ന ദൈവത്തെ കാണാൻ സാധിക്കും. അങ്ങനെ ആഹാബിനെയും ജസബലിനെയും മരണത്തിൽ നിന്ന് കർത്താവ് രക്ഷിച്ചു. പിന്നെ അവരെ മരണത്തിലേക്ക് നയിക്കപ്പെടാൻ കാരണം ഈ കരുണ ലഭിച്ച വ്യക്തികളെ അതനുസരിച്ച് ജീവിക്കാതിരുന്നുകൊണ്ടാണ്, അവരുടെ കടമ മറന്ന് ജീവിച്ചതുകൊണ്ട് മാത്രമാണ് അവർ വീണ്ടും മരണത്തിലൂടെ കടന്നു പോകേണ്ടി വന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ സ്വഭാവം കരുണയാണ്. മറ്റൊരു വചനഭാഗം യോനാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം, സമയം പോലെ വായിക്കണേ. യോനായുടെ പുസ്തകം 3-ാം അധ്യായം. നമ്മൾ കാണുന്ന എന്താണെന്നറിയോ? ഒരു ദേശം മുഴുവൻ മരണത്തിന്റെ വക്കിലെത്തി അവര് ശരിക്കും മുൾമുനയിൽ നിൽക്കുക. 40 ദിവസത്തിനകം ഈ ദേശം ഇല്ലാതാകും. ആ ന്യൂസ് കിട്ടിയ ആ ദേശവാസികള്, നിനേവെ ദേശവാസികള് അവർ ചെയ്തൊരു കാര്യം, ഒരു കൂട്ട ഉപവാസം അവർ പ്രഖ്യാപിച്ചു. അത് കണ്ടിട്ട് കർത്താവിന്റെ മനസ്സലിഞ്ഞു, കർത്താവിന്റെ തീരുമാനവും മാറ്റിയെന്നാ അവിടെ പറഞ്ഞിരിക്കുന്നത്. യോനാ പ്രവാചകന് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. കാരണം അതിന്റെ പേരിൽ ചിലപ്പം അവൻ കള്ളപ്രവാചകനാണെന്ന് ജനങ്ങൾ പറയും. നീ വന്ന് പറഞ്ഞില്ലേ ഇതെല്ലാം നശിക്കാൻ പോവാണ്, ഇപ്പൊ എന്നാ സംഭവിച്ചേ? അതുകൊണ്ടാണ് യോനാ പ്രവാചകൻ അല്പം പ്രതികരിച്ചത്. പക്ഷെ ഇവിടെ പ്രിയപ്പെട്ടവരെ, കർത്താവ് തന്നെ യോനായ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തു, മോനെ, ഇത്രയും പേര് കൂട്ട ഉപവാസം നടത്തി എന്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ചാൽ എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഈ ദേശത്തോട് ഞാൻ കരുണ കാണിക്കുന്നത്. വീണ്ടും നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ നമ്മൾ കണ്ടതാണ്. 6-ാം അധ്യായത്തിന്റെ 30 മുതൽ ഇതെല്ലാം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 8:1 മുതലും 6:30 മുതലും വായിച്ചാൽ 2 അപ്പം വർദ്ധിപ്പിക്കലിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ഈ 2 പ്രാവശ്യം അപ്പം വർദ്ധിപ്പിക്കുന്നതിന് മുമ്പും കർത്താവ് പറഞ്ഞൊരു കാര്യം, എനിക്ക് അവരോട് അനുകമ്പ തോന്നുന്നു. ഇത് കരുണയുടെ മറ്റൊരു വശമാണ് കേട്ടോ, അനുകമ്പ. എനിക്ക് അവരോട് അനുകമ്പ തോന്നുന്നു. അവര് ഭക്ഷണം കഴിക്കാത്തവരാണ്, ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്. എനിക്ക് അവരോട് അനുകമ്പ തോന്നുന്നു. അതുകൊണ്ട് നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കടബാധ്യതകളായിരിക്കാം, ദാരിദ്ര്യ ദുഃഖമായിരിക്കാം. ശരിക്കും നമ്മൾ കർത്താവിന്റെ അടുത്ത് കൊണ്ടുവന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ കർത്താവ് നമ്മളോട് കരുണ കാണിക്കാതിരിക്കുമോ? നമുക്ക് ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്താം. ഉറക്കം തൂങ്ങുന്നവര് നന്നായിട്ട് കൈ ഉയർത്തി പ്രാർത്ഥിച്ചോ, അപ്പൊ ഉറക്കം മാറും. വചനം കേൾക്കാനുള്ള അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നന്നായിട്ടൊന്ന് കർത്താവിനെ സ്തുതിച്ച്, കർത്താവേ, അങ്ങയുടെ സ്വഭാവം തിരിച്ചറിഞ്ഞ് ആ സ്വഭാവം ഉൾക്കൊള്ളുന്ന ദൈവമക്കളാകുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ, കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിനെ ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ദൈവമേ, കാരുണ്യവാനായ കർത്താവേ, ഈ കരുണയുടെ വർഷത്തിൽ എന്നോട് കരുണയായിരിക്കണമേ. കർത്താവേ, എന്റെ കുടുംബത്തോട് കരുണയായിരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രൈസ് ദി ലോർഡ്. 2-ാമത്തെ പോയിന്റ്, കരുണ എന്ന് പറയുന്നത് രക്ഷയുടെ വാതിലാണ്. കർത്താവ് തന്നെ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്ക് കാണാൻ സാധിക്കും. ഞാനാണ് വാതിൽ. ഈ വാതിലിലൂടെ പ്രവേശിക്കുന്നവർ രക്ഷ പ്രാപിക്കും. ഇപ്പൊ രക്ഷപ്പെടണമെന്നുള്ളവര് ഏത് വാതിലിലൂടെയാ പോകണ്ടേ? നിങ്ങൾ ഈ കാരിസോന്റെ അകത്തോട്ട് കയറാൻ വേണ്ടി കാരിസോന്റെ ഫ്രണ്ടിലുള്ള ആ ഗേറ്റും കൂടെ കയറാതെ കണ്ട് അപ്പുറത്ത് നോക്കിയപ്പോഴത്തേക്കും അവിടെ ഗേറ്റ് ഒന്നും ഇല്ലാതെ ഒരു വഴി തുറന്നു കിടക്കണമുണ്ട്. ചാടി അങ്ങോട്ട് കയറിയാലോ? ഗേറ്റ് തുറക്കേണ്ടി വന്നില്ല, പക്ഷെ നിങ്ങൾ വർക്ക്ഷോപ്പിച്ചു. കാരിസോനിൽ എത്തേണ്ടിയിരുന്നവര് ഇവിടെ ആകുമ്പോൾ ഗേറ്റ് ഒന്നും ഇല്ല, ചുമ്മാ തുറന്നു കിടക്കുക എന്നും പറഞ്ഞ് അവിടെ കയറിയ കാരിസോനിൽ എത്തുന്നതിന് പകരം വർക്ക്ഷോപ്പിനെത്തിയില്ല. ഇനി ചിലർക്കുള്ള കുഴപ്പം ഇതാണ്, ഗേറ്റ് കിടക്കണമെങ്കിൽ കാല് പൊക്കി വെക്കണം. അപ്പൊ അതുകൊണ്ട് അതില കയറണ്ട, എളുപ്പ വഴി, കുറുക്കു വഴി, ഏതെങ്കിലും വഴി എന്നും പറഞ്ഞാൽ ചിലർ നടക്കണേ. കാര്യം നടന്ന് കിട്ടാൻ വേണ്ടി ഏതെങ്കിലും ഒരു വഴി എനിക്കൊന്ന് കിട്ടിയാൽ മതി. എന്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് എത്ര വ്യക്തമായിട്ടാ പറഞ്ഞ്, ഞാനാണ് വാതിൽ, ഐ എം ദ ഡോർ. രക്ഷ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ഈ വാതിലിലൂടെ പ്രവേശിച്ചേ പറ്റൂ. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും വഴി,
പലരും പറഞ്ഞു തരും കേട്ടോ, ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ. നിങ്ങൾക്കറിയാലോ, മീൻചന്തയിലേക്കൊന്ന് ചെന്നേ. സാറേ, ഏറ്റവും നല്ല മീൻ ഇവിടെയാ, ഏറ്റവും വില കുറവുള്ള മീൻ ഇവിടെയാ. സാറേ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അങ്ങോട്ട് ചെന്നില്ലെന്ന് വിചാരിച്ച് അവര് കേസ് കൊടുക്കാൻ പോവാ നമുക്കെതിരെ? ഒന്നുമില്ല, എല്ലാവരും വിളിക്കും. ഏത് ആളുടെ അടുത്തേക്ക് പോകണമെന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. അപ്പൊ അതുകൊണ്ട് ഇഷ്ടംപോലെ ക്ഷണനം നമുക്ക് കിട്ടും കേട്ടോ. നമ്മുടെ ഈ ലോകത്തിലൂടെ പോകുമ്പോൾ ഞാൻ രക്ഷിക്കാം ഞാൻ രക്ഷിക്കാം. എത്ര പേരാ ഇന്ന് വന്ന് പറയണേ. ആദ്യം അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഒരാൾ എന്നോട് അങ്ങ് പറഞ്ഞ് എന്നെ അങ്ങ് ബോധ്യപ്പെടുത്തി അച്ചോ, അതുകൊണ്ടാണ് പിന്നെ ഞാൻ ആ പുറകെ പോയത്. പോയി 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 അവസാനം കൂടോത്രവും ചെയ്തു. എന്റെ പ്രിയപ്പെട്ടവരെ, രക്ഷയുടെ വാതിലാണോ, കർത്താവ് അനുവദിക്കുന്ന വാതിലാണോ, കർത്താവ് തുറന്ന വഴിയാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അത് മനസ്സിലാക്കി അത് തിരഞ്ഞെടുക്കണം. യോഹന്നാൻ 10-ാം അധ്യായം 9-ാമത്തെ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതി പതിപ്പിച്ചോ. കർത്താവ് അരുൾ ചെയ്തു, ഞാനാണ് വാതിൽ. രക്ഷയ്ക്കുള്ള വാതിൽ. രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർ ആ വാതിലൂടെ പ്രവേശിക്കാവൂ. ഇനി ഏതാനും ചില വചനഭാഗങ്ങൾ കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. എഫേസുസ് 2-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങൾ. എഫേസുസ് 2-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങൾ വായിച്ചാൽ അതിന്റെ തലക്കെട്ട് തന്നെ എന്താണെന്നറിയോ? രക്ഷ ദൈവിക ദാനം. രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. അതുകൊണ്ട് ഈ രക്ഷ അനുഭവിക്കാൻ യേശുവാകുന്ന വാതിലിലൂടെ നമ്മൾ പ്രവേശിക്കണം. ഇനി ചിലർക്ക് തോന്നിയേക്കാം, അതൊക്കെ ദാനമാണെങ്കിൽ കിട്ടുവാണെങ്കിൽ കിട്ടി, ഇല്ലേ ഇല്ല, അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ എന്നാ ചെയ്യാനാ? എന്റെ പ്രിയപ്പെട്ടവർ, അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. ഈ ദാനം കിട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു 2 വചനം നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ. ദാനമാണെങ്കിലും ആ ദാനം കിട്ടാനായിട്ട് ദൈവം കാണിച്ചിരിക്കുന്ന ചില വഴികള്. റോമ 9:15. റോമ 9:15 പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? എനിക്ക് ദയ തോന്നുന്നവനോട് ഞാൻ ദയ കാണിക്കും, എനിക്ക് കരുണ തോന്നുന്നവനോട് ഞാൻ കരുണ കാണിക്കും. നിങ്ങള് വേണേ ഇവിടെ സഹായം അർഹിക്കുന്ന ഒരു വ്യക്തി ഇവിടെ ഇരിപ്പുണ്ടായിരിക്കാം. നിങ്ങൾ പറയാ, ഇപ്പൊ ഞാൻ എന്നാ പറയാനാ, വല്ലവരും എന്നെ വിളിച്ചു വല്ലതും തരുവാണെങ്കിൽ ഞാൻ മേടിച്ചോണ്ട് പോകാം. ആര് വിളിക്കാൻ പോകുന്നു? നിങ്ങളുടെ അവസ്ഥ ഒരാളോട് പറഞ്ഞിട്ട് ഈ സാഹചര്യമാണ്, എന്നെ ഒന്ന് സഹായിക്കാവോ എന്ന് യാചിക്കുമ്പോൾ ചിലര് വേണമെങ്കിൽ അത് ഒരു ജെനുവിൻ കേസായിട്ട് അർഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് സഹായിക്കാമെങ്കിൽ അവർ സഹായിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, രക്ഷ വരണേ വരട്ടെ എന്നും പറഞ്ഞ് നമ്മൾ കയ്യും കെട്ടിയിരുന്ന നമ്മുടെ പുറകെ രക്ഷ വരില്ല. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, എനിക്ക് ദയ തോന്നുന്നവനോട് ഞാൻ ദയ കാണിക്കും. അത് അങ്ങനെ കർത്താവിന് തോന്നാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? കർത്താവേ എന്നോട് ദയ തോന്നണമേ, ദയ തോന്നണമേ എന്നും പറഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിക്കണം. പ്രഭാഷകൻ 38-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വചനം പറയുന്നൊരു കാര്യമുണ്ട്. പ്രഭാഷകൻ 38:9 വചനം. നീ രോഗിയാണോ? ഉദാസീനനാകരുത്. എത്ര കേസ് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ചിലരോട് പറയുമ്പം ഇല്ലാത്ത പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. ഇത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? അതിനെ പ്രാർത്ഥിക്കാൻ തോന്നില്ല. അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ കേസ് കെട്ടുകൾ വരും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ പ്രാർത്ഥനയില്ല, കൊടുമ്പിരി കൊണ്ട് നിൽക്കുക പ്രശ്നം. എന്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വചനം പറയുന്നത് എന്താ? നീ അങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കരുത്, നീ അലസനായിട്ട് കഴിയരുത്. നിനക്ക് രോഗമുണ്ടോ? നീ ശരിക്കും കണ്ണീരോടെ പ്രാർത്ഥിക്കണം. അപ്പോൾ കർത്താവ് നിന്നെ സുഖപ്പെടുത്തും. കരുണ കെട്ടണമെങ്കിൽ കരുണയ്ക്ക് വേണ്ടി കണ്ണീരോടെ കർത്താവിനോട് പ്രാർത്ഥിക്കണം. അടുത്ത് രക്ഷപ്പെടാനുള്ള അടുത്ത മാർഗം കർത്താവ് കാണിച്ചു തന്നിട്ടുണ്ട്. റോമ 10:9 വചനം. റോമ 10:9 വചനം. 2 കാര്യങ്ങൾ. നമ്മുടെ 2 അവയവം ശരിക്കും പ്രവർത്തിക്കണമെന്ന്. അത് ചുമ്മാ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ തുരുമ്പ് പിടിച്ചു പോകും. ചില സാധനങ്ങളൊക്കെ, ചില ആയുധങ്ങളൊക്കെ ഇരുന്ന് തുരുമ്പ് പിടിക്കും പോലെ ഇന്ന് ഏതാണ്ട് ആ അവസ്ഥയിൽ എത്തിയിരിക്കുക. കാര്യം ഈ അവയവങ്ങളുണ്ടെങ്കിലും പ്രയോഗിക്കുന്നില്ല. അതുകൊണ്ട് തുരുമ്പ് പിടിച്ച അവസ്ഥ. ഒന്ന്, യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുക.
രണ്ടാമത്തെ കാര്യം, യേശു കർത്താവാണെന്ന് അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുക. ഈ രണ്ടവയവം ശരിക്കും പ്രവർത്തിക്കട്ടെ. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ കർത്താവിന്റെ രക്ഷ നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും കടന്നു വരുമെന്ന്. യേശു കർത്താവാണെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. ഹൃദയം ശരിക്കും പ്രവർത്തിക്കേണ്ട പോലെ പ്രവർത്തിക്കുന്നുണ്ടോ? ഉണ്ടാകണം. പിന്നെ അധരങ്ങൾ കൊണ്ട് കർത്താവിനെ വിളിക്കാൻ നാണം തോന്നുന്നുണ്ടോ? ലജ്ജ തോന്നുന്നുണ്ടോ? അതൊക്കെ അങ്ങ് മാറണം. ഈ രണ്ട് കാര്യങ്ങൾ വരുമ്പോൾ രക്ഷയുടെ അനുഭവം, ദൈവത്തിന്റെ കരുണ രക്ഷയുടെ വാതിലാണെങ്കിൽ ആ വാതിൽ കർത്താവ് നമുക്ക് തുറന്നു തരുന്നത് കാണാൻ പറ്റും. മൂന്നാമത്തെ പോയിന്റ്, കുമ്പസാരം രക്ഷയിലേക്ക് നമ്മളെ നയിക്കുന്ന വലിയൊരു കൂദാശയാണ്. ഒരു സഹോദരന്റെ കാര്യം, ഈ കരുണയുടെ വർഷത്തിൽ അദ്ദേഹം എടുത്ത ഒരു തീരുമാനം വേറൊരാൾ പറഞ്ഞു കേട്ടത് എനിക്ക് അഭിമാനം തോന്നി. ഞാനും ആ രീതിയിൽ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആ പ്രചോദനം എനിക്ക് കിട്ടി. എന്താണെന്നറിയോ? ഒത്തിരി പ്രാർത്ഥനയൊക്കെ ഉള്ളൊരു സഹോദരനാണ്. പുള്ളി ഒരു തീരുമാനം എടുത്തു, കരുണയുടെ വർഷം എല്ലാ ദിവസവും 1 മണിക്കൂർ സമയമെങ്കിലും രാവിലെ സ്തുതിപ്പ്, ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ജപമാല പ്രാർത്ഥന വേറെയുണ്ട് കേട്ടോ, കുർബാനയിലുള്ള പങ്കാളിത്തം വേറെയുണ്ട്. അതിനെല്ലാം ഉപരിയായിട്ട് 1 മണിക്കൂർ സമയം ഈ കരുണയുടെ വർഷത്തില് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു തീരുമാനമെടുത്തൊന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ, പ്രവർത്തിച്ചു നോക്കിയേ. ഒരു 2 ആഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ സമയത്ത് തന്നെ അത്യാവശ്യമെന്ന് തോന്നിയാൽ ഒരു കുമ്പസാരം നടത്തി നോക്കിയേ. ഫൗസ്റ്റീനായുടെ ഡയറി വായിച്ചിട്ടുള്ളവരാണെങ്കിൽ 1448 നമ്പര്, 225 നമ്പര്, അങ്ങനെയുള്ള ഏതാനും ഭാഗങ്ങളെങ്കിലും നിങ്ങൾ വായിച്ചാൽ മതി. 1448 അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? അത്ഭുതം കാണാൻ നീ തീർത്ഥാടനം നടത്താൻ പോകേണ്ട കാര്യമില്ല. ഒറ്റ കാര്യം ചെയ്താൽ മതി. എന്റെ റെപ്രസെന്റേറ്റീവ്, കർത്താവിനെ പ്രതിനിധാനം ചെയ്ത് ഒരച്ഛൻ കുമ്പസാരക്കൂട്ടിലിരിക്കുമ്പോൾ നീ അങ്ങോട്ട് ചെന്നിട്ട് നല്ലൊരു കുമ്പസാരം നടത്തിയാൽ മതി. അത്ഭുതം കണ്ടേ പോകൂ. അതാണ് ആ ഡയറിക്കകത്ത് പറഞ്ഞിരിക്കുന്നത്. വീണ്ടും 225 നമ്പര്, അതും വായിച്ചാൽ ഇത് തന്നെ പറഞ്ഞിരിക്കുന്ന കാണാൻ പറ്റും. ഞാൻ നിനക്ക് വേണ്ടി കുമ്പസാരക്കൂട്ടിൽ കാത്തിരിക്കും, പുരോഹിതനിൽ ഞാൻ മറഞ്ഞിരിക്കും. ഫൗസ്റ്റീന പറയാണ്, കുമ്പസാരത്തിന് മുമ്പ് കർത്താവിന്റെ ഹൃദയത്തിൽ കയറിയിരുന്ന് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. കുമ്പസാരം കഴിഞ്ഞാൽ അതിൽ നടന്ന അത്ഭുതത്തിന്, ത്രിത്വൈക ദൈവത്തിന് ഞാൻ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കും. ഈ രണ്ട് കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കരുണയുടെ വർഷത്തില് കുമ്പസാരം എന്ന കൂദാശ നന്നായിട്ട് അങ്ങോട്ട് പ്രയോജനപ്പെടുത്തുക. കർത്താവിന്റെ കരുണയും രക്ഷയും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇരുകരങ്ങളും ഉയർത്തി ഒരിക്കൽ കൂടി ഒന്ന് സ്തുതിച്ചുകൊണ്ട് ഈ ഒരു അഭിഷേകം കിട്ടാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് വചനത്തിലൂടെ കാണിച്ചു തന്നിരിക്കുന്ന രക്ഷയുടെ പാതയിലൂടെ നമ്മളിനി മുമ്പോട്ട് പോകണം. കർത്താവേ, അതിനുവേണ്ട മാർഗനിർദ്ദേശങ്ങളും അതിനുവേണ്ട അഭിഷേകങ്ങളും അവിടുന്ന് എനിക്ക് നൽകണമേ എന്ന് യാചിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. നാലാമത്തെ കാര്യം പെട്ടെന്ന് ഞാനങ്ങ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. നിങ്ങൾ ഓർത്തിരുന്നിട്ട് അതിനകത്ത് ചില പോയിന്റൊക്കെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത് നല്ലതാണ്. ദൈവ കരുണ ലഭിക്കാൻ കർത്താവ് കാണിച്ചു തന്നിരിക്കുന്ന ചില മാർഗങ്ങൾ നിങ്ങൾ ഫൗസ്റ്റീനായുടെ ആ ഡയറി വായിച്ചാലും അതിനകത്ത് ഇതൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. ഒന്ന്, ദൈവത്തിന്റെ കരുണയിൽ വിശ്വാസം അർപ്പിക്കുക. എനിക്കിനി ഒരു കരുണയും കിട്ടിയല്ല, ഞാൻ രക്ഷപ്പെടുകയല്ല, എന്റെ കുടുംബം രക്ഷപ്പെടുകയല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനത്തെ നെഗറ്റീവ് ചിന്ത നമുക്ക് പാടില്ല. നിങ്ങൾ വെന്റിലേറ്ററെ കിടക്കുവാണെങ്കിലും ഉടനെ പറയണ്ടേ എന്നാ, ഓ ഇന്നല്ലേ നാളെ മരിക്കുമായിരിക്കും, എന്റെ കാര്യം പോക്കായി, അതുകൊണ്ടല്ലേ വെന്റിലേറ്ററിൽ ഇട്ടേക്കുന്നത്, എനിക്ക് തന്നെ ശ്വാസം വിടാൻ പോലും പറ്റില്ല, മരണം ഇതാ എന്റെ മുമ്പിൽ വന്നിരിക്കുന്നു. അതാണ് പറയണ്ടേ. ഈ വെന്റിലേറ്ററിൽ നിന്ന് എന്റെ ദൈവത്തിന് വേണേ എന്നെ ഇറക്കാൻ പറ്റും. ഏതാനും മണിക്കൂറുകളെ ഇനി ബാക്കിയുള്ളെന്ന് പറഞ്ഞ് അങ്ങനെ ഡോക്ടർമാർ വിധി എഴുതിയിട്ട് അവിടുന്ന് രക്ഷപ്പെട്ട് ഇന്നും ജീവിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് കർത്താവിന്റെ കരുണയിൽ വിശ്വാസം അർപ്പിക്കുക.
രണ്ടാമത്തെ കാര്യം പ്രാർത്ഥിക്കുക. എന്ത് കാര്യത്തിലാണേലും ഒത്തിരി പ്രാർത്ഥിക്കുക. ഉത്തരം കിട്ടുന്നിടം വരെ നമ്മൾ പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോകണം. മൂന്നാമത്തെ കാര്യം, ദൈവത്തിൻ്റെ വചനം കൊണ്ട് ഹൃദയം നിറയ്ക്കുക. നമ്മുടെ ഹൃദയം ശൂന്യമായിട്ട് കിടന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, സാത്താൻ അത് അവൻ്റെ പണിപ്പുരയായിട്ട് മാറ്റും. അപ്പം അതുകൊണ്ട് ദിവസവും ബൈബിൾ വായിക്കണം. വചനം കേൾക്കാൻ കിട്ടുന്ന അവസരങ്ങൾ നിങ്ങൾ അതിനായിട്ട് പ്രയോജനപ്പെടുത്തണം. ദൈവത്തിൻ്റെ വചനം കൊണ്ട് ഹൃദയം നിറയ്ക്കുക. നാലാമത്തെ കാര്യം, പാപത്തിന് പരിഹാരം ചെയ്യണം. നിങ്ങൾക്കറിയാലോ, ഇസ്രായേൽക്കാർ ഒരു ചെറിയൊരു വിഗ്രഹാരാധന പോലെ ഒരു പണി കാണിച്ചു. ഒരു സ്വർണ്ണ വിഗ്രഹം ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ കടന്ന് ചാടി. മോശ ഇങ്ങ് വന്നിട്ട് വികാരം കൊണ്ട് ജ്വലിക്കുന്നത് കാണാൻ പറ്റും. നിങ്ങൾ 32-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം വായിച്ചാൽ മതി. അതിനകത്ത് ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. മോശ ഇങ്ങ് വന്നിട്ട് എന്താ ചെയ്തേ? ആ വിഗ്രഹം എടുത്തിട്ട് ചുട്ടു പൊടിച്ച് ആ പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് എല്ലാവരെയും കൊണ്ട് കുടിപ്പിച്ചു. അത്രയും നേരം അവിടെ നിന്ന് ഡാൻസ് കളിച്ചവനെയൊക്കെ ഇരുത്തി ആ ചാരത്തിന്റെ വെള്ളം കുടിപ്പിച്ചു. എന്നിട്ടും പരിഹാരമാകാഞ്ഞിട്ട് മോശ പോയി പരിഹാരം ചെയ്യുന്നത് കാണാൻ പറ്റും. പല പ്രാവശ്യം പല ആവർത്തി വിഗ്രഹാരാധനയും 1-ാം കൽപ്പനയുടെ ലംഘനവും അല്ലെങ്കിൽ അബോർഷൻ നടത്തിയത്, കൊലപാതകം പോലത്തെ പാപം ചെയ്തത്, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു പരിഹാരവും ചെയ്യാൻ ചിന്തിക്കാതെ കൊണ്ട് പൊക്കോണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. എങ്ങനെ കർത്താവിന്റെ കരുണ കടന്നു വരും? എങ്ങനെ കർത്താവിന്റെ രക്ഷ നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരും? പാപത്തിന് പരിഹാരം ചെയ്യണം. നമ്മുടെ പാപത്തിനായിരിക്കാം, നമ്മുടെ പൂർവികരുടെ പാപങ്ങളായിരിക്കാം, ഇപ്പം നമ്മുടെ കൂടെ വസിക്കുന്ന നമ്മുടെ കുടുംബാംഗങ്ങളുടെ പാപത്തിനായിരിക്കാം. അതിന് പരിഹാരം ചെയ്യണം. 5-ാമത്തെ കാര്യം, സൽപ്രവർത്തികളും കാരുണ്യപ്രവർത്തികളും. നിങ്ങൾ പ്രഭാഷകന്റെ പുസ്തകം 3:30-31 വചനങ്ങൾ വായിച്ചാൽ മതി. ദാനധർമ്മം, സൽപ്രവർത്തികള്, ഇവ പാപത്തിന് പരിഹാരമാകൂന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ കരുണയുടെ വർഷം കരുണ ലഭിക്കേണ്ടതിന് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ചെയ്യാവുന്നത്ര കാരുണ്യ പ്രവർത്തികൾ ചെയ്യുക. സൽപ്രവർത്തികളിൽ സമ്പന്നരാകാൻ പരിശ്രമിക്കുക. അവസാനമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് കർത്താവിൻ്റെ കരുണ സ്വീകരിക്കുക, ആ കരുണ കൊടുക്കുക. ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാൻ പറ്റും, യൂസ് ഇറ്റ് ആൻഡ് പാസ് ഇറ്റ് ഓൺ. ദൈവത്തിൻ്റെ കരുണ, യൂസ് ഇറ്റ്, മേക്ക് യൂസ് ഓഫ് ഇറ്റ്. ആ കരുണ നിങ്ങളിലേക്കും നിങ്ങളുടെ കുടുംബത്തിലേക്കും നിങ്ങൾ സ്വീകരിക്കുക. ഒപ്പം അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഒരു പരിശ്രമം നടത്തുക. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.